ലൈൻ പദ്ധതിക്ക് കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസുകാർക്കു നേരെ മണ്ണെണ്ണ പ്രയോഗമുണ്ടായി. സമരക്കാർക്കു നേരെ ലാത്തി വീശിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എന്താ പറയുന്ന ഒരു മനുഷ്യത്വമായിട്ട് പെരുമാറണമായിരുന്നു. ഇങ്ങനെയാണ് ഒരു സ്ത്രീയെ വലിച്ചോണ്ട് പോകുന്നത്. ഇവനെ കൊണ്ട് അങ്ങ് നാശമായി, നാശം. ഈ മുഖ്യമന്ത്രിയും കൊണ്ട് നാശം, അല്ലാതെ ഒന്നുമില്ല. ഇവൻ നല്ല എന്തോ ചെയ്തത്, ഇവന് കേരളത്തിന് വേണ്ടി എന്തോ ചെയ്തത്. എന്നാ പിന്നെ കണ്ട് കുടിവെള്ളമില്ല, ഒത്തിരി പേര് നടക്കുന്നു. അവർക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കട്ടോ. അവനാ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഞങ്ങളാ തെറ്റുകാർ. ഞാൻ 12 വർഷമായി ലൈഫിൽ കൊടുത്തിട്ട് ഇതുവരെ ഒരു വീട് കിട്ടിയിട്ടില്ല. അറിയോ? ഒരു വീട് തരുമായിരുന്നെങ്കിലോ, എന്നിട്ട് ഇവരൊക്കെ കേരളയിൽ ഉണ്ടാക്കട്ടെ. സർവേ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. നാടകീയമായ രംഗങ്ങളുമാണ്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ, എങ്ങനെയാണ്? കേരയിൽ ഉദ്യോഗസ്ഥരെത്തുന്നു. പോലീസിന്റെ സംരക്ഷണയിൽ കല്ലിടൽ നടപടികൾ, സർവേയും കല്ലിടൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നു. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ടുന്ന ഒരു സംഘർഷഭരിതമായ രംഗങ്ങൾക്ക് ഏതാണ്ട് ഒരു അറുതി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏറെ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കേരയിൽ സമരത്തിന്റെ ഒരു സ്വഭാവം മാറുന്നത് കണ്ടു. പോലീസ് നടപടികളുടെ സ്വഭാവം മാറുകയാണ്. അതായത് ഇനി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പോലീസും അല്ലെങ്കിൽ സർക്കാർ വ്യക്തമാക്കുന്ന ഒരു സംഭവവികാസങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇതിപ്പോൾ കല്ലുമായി വീണ്ടും എത്തിയിരിക്കുന്നു. തൊട്ട് താഴെ സർവേ നടപടികളുമായി ഉദ്യോഗസ്ഥർ തുടരുന്നുമുണ്ട്. അതായത് ഈ സമരം സംഘർഷമുണ്ടായ ശേഷം ഇവിടെയുള്ള നേതാക്കളെയും ഇതിന്റെ മുൻനിരയിൽ നിന്ന പ്രവർത്തകരെയും എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് പിന്നാലെയാണ് ഈ ഒരു സർവേ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. പല ദിവസങ്ങളിലും കേരളയിൽ സമരം കോട്ടയം ജില്ലയിൽ നേരത്തെയൊക്കെ നടന്നിരുന്നു. അവിടെ പോലീസ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പിന്മാറുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. എങ്കിൽ ഇന്ന് ആദ്യഘട്ടത്തിൽ പിന്മാറുന്നു, ഇവിടെ തന്നെ നിലയുറപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഈ സമരം ത്തിനുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് ഈ ഒരു സർവേ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ഇന്ന് മാടപ്പള്ളിയിൽ സാധിച്ചത്. രാവിലെ മുതൽ നിരവധി സ്ത്രീകളടക്കമുള്ളവർ ഈ സമരരംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. അവരെല്ലാം അവരിൽ മുൻനിരയിൽ നിന്നവരെയൊക്കെ പോലീസ് ശക്തമായി, അതായത് അറസ്റ്റിൽ മാറാതിരുന്നപ്പോൾ അവരെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായത്. എന്തായാലും വൈകാരികമായ രംഗങ്ങളാണ് ഇന്നിവിടെ കണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ പല അമ്മമാരുടെയും മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ചില കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സമരരംഗത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ അമ്മമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കുട്ടികളടക്കം പ്രതിഷേധിക്കുന്നു. നിലവിട്ട് കരയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ. എന്തായാലും വൈകാരികമായ രംഗങ്ങൾ ഏറെ സാക്ഷ്യം വഹിച്ചു. പ്രത്യേകിച്ച് പക്ഷേ സർക്കാരിൻ്റെ ഒരു നയം എന്തായാലും വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ
സമരത്തിന് ഏതാണ്ട് ഒരു അറുതി എന്ന് തൽക്കാലത്തേക്കെങ്കിലും പറയാൻ കഴിയും. പോലീസ് നടപടികളുമായി, പോലീസ് ആക്ഷനുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഒപ്പം തന്നെ കല്ലിടൽ ഉൾപ്പെടെ, സർവേയും കല്ലിടൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി കേരള ഉദ്യോഗസ്ഥരും തുടരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോഴും അവർ കല്ലിടൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം. വീണ്ടും മറ്റുള്ളവർ പ്രധാനപ്പെട്ട പ്രതിഷേധത്തിൽ മുൻനിരയിൽ നിന്നവരെയാണ് അവർ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇനിയും പ്രതിഷേധം വരാനുള്ള സാധ്യത തന്നെയാണ് അവിടുത്തെ ഒരു സ്ഥിതി കാണുമ്പോൾ തോന്നുന്നത്. ഈ നിൽക്കുന്നവരെല്ലാം സാധാരണ മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ മക്കളെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയും ഒക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ചില കുട്ടികളുടെ അമ്മമാരെയൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. ഇവര് വളരെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. പോലീസ് ഇപ്പോഴും ഇവിടെ തമ്പടിച്ച് കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട്. സമരരംഗത്ത് നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി UDF-ന്റെയും ഒപ്പം തന്നെ BJP-യുടെയും SUC പോലുള്ള വിവിധ സംഘടനകളുടെ ഒക്കെ നേതാക്കളായിരുന്നു മുൻനിരയിൽ ഉണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അതിനിടയിൽ പ്രതിരോധിച്ച നിന്ന ചില ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് വിജയ ലാലിയെ പോലുള്ള നേതാക്കൾക്ക് സംഘർഷത്തിൽ പരിക്ക് പറ്റുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി അത്തരം നേതാക്കളെ ഇവിടെ നിന്ന് നീക്കം ചെയ്തതോടുകൂടി തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് ഒരു അറുതി ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ ആളില്ലാതെ ഈ ഉള്ള ആളുകൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്കൊരു നേതൃത്വമില്ലാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് പിന്നാലെയാണ് ഈ കല്ലിടൽ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് കടന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ ഈ കല്ലുമായി എത്തിയപ്പോൾ ഈ വാഹനത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന്റെ ചില്ലടിച്ച് തകർക്കുന്ന സ്ഥിതിയിലേക്ക് സമരത്തിന്റെ ഒരു സ്വഭാവം മാറുന്ന കാഴ്ചയും കണ്ടു. അതിന് പിന്നാലെയാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചത്. ഇത് ഇവിടെ നിന്ന് മാറ്റാതെ, അതായത് ഇവിടെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകണം, പ്രതിഷേധമുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം പോലീസിന് ലഭിക്കുന്നത്. പരമാവധി സമയം പോലീസ് സംയമനത്തോടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് പക്ഷേ ഈ മണ്ണെണ്ണയുമായി എത്തി ആത്മഹത്യാ ഭീഷണി അടക്കം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യം എത്തിയിരുന്നു. ഈ മണ്ണെണ്ണ കുപ്പി ഏറ്റവും ഒടുവിൽ സംഘർഷമുണ്ടായപ്പോൾ മണ്ണെണ്ണ കുപ്പി വലിച്ച് എറിയുന്ന ഒരു സ്ഥിതിവിശേഷവും ഒക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനും പിന്നാലെയാണ് പോലീസ് വലിയൊരു നടപടികളിലേക്ക് കടന്നത്. ഇവിടെ തടിച്ചു നിന്ന ആളുകളെ അവർക്കെതിരെ, സമരരംഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ എല്ലാം നടപടിയെടുക്കുന്നു. പ്രതിരോധിച്ചു നിന്നവരെ കൂടുതൽ പോലീസ് എത്തി വലിച്ചിഴച്ചുകൊണ്ടാണെങ്കിലും വാഹനത്തിലേക്ക് കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ളവർക്കെതിരെ അത്തരം നടപടികളും കാണാൻ സാധിച്ചു. അവിടെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. കുടുംബമായാണ് പലരും സമരം ചെയ്യാനെത്തിയത്. കാരണം അവരുടെയൊക്കെ വീടിനെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു ജനവാസ മേഖലയാണ്. ഇതൊക്കെയാണ് പ്രധാന വിമർശനമായിട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉള്ളത്. ആ മേഖലയിൽ കൂടി കേരളയിൽ വരുന്നതൊക്കെയാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളൊരു കാര്യവും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രം കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും വലിയൊരു പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാത്തത്ര ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ശരി, കോട്ടയം മടപ്പള്ളിയിൽ സിൽവർ ലൈൻ്റെ അതിരടയാള കല്ലുകൾ ഇടാനെത്തിയ അധികൃതർക്ക് നേരെയാണ് പ്രതിഷേധം ഉയർന്നത്. കടുത്ത പ്രതിഷേധമായിരുന്നു ഉയർന്നത്. എന്താ പറയുന്ന ഒരു മനുഷ്യത്വമായിട്ട് പെരുമാറണമായിരുന്നു. ഇങ്ങനെയാണ് ഒരു സ്ത്രീയെ വലിച്ചോണ്ട് പോകുന്നത്. ഇവനെയും കൊണ്ട് അങ്ങ് നാശമായി, അങ്ങ് നാശം. ഈ മുഖ്യമന്ത്രിയും കൊണ്ട് നാശം, അല്ലാതെ ഒന്നുമില്ല. ഇവൻ നല്ല എന്തുവാ ചെയ്തത്? ഇവന് കേരളത്തിന് വേണ്ടി എന്തുവാ ചെയ്തത്? എന്നാ പിന്നെ ഞങ്ങൾ കുടിവെള്ളമില്ല, ഒത്തിരി പേര് നടക്കുന്നു. അവർക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കട്ടോ. വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഞങ്ങളാ തെറ്റുകാർ. ഞാൻ 12 വർഷമായി ലൈഫിൽ കൊടുത്തിട്ട് ഇതുവരെ ഒരു വീട് കിട്ടിയിട്ടില്ല. അറിയോ? ആ ഒരു വീട് തരുമായിരുന്നെങ്കിലോ, എന്നിട്ട് ഇവരൊക്കെ കേരളയിൽ ഉണ്ടാക്കട്ടെ. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്,
ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ജനവാസ കേന്ദ്രം ഏറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് കൂടിയാണോ ഇപ്പോൾ ഇവർ ഈ കല്ലുകൾ ഇട്ട് സർവേ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഈ വീടിന്റെ തൊട്ടടുത്താണോ നമുക്ക് ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തിയാൽ തൊട്ടടുത്ത ഇവിടെ വീടുണ്ട്, തൊട്ട് താഴെ ഈ കല്ലിടൽ നടക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ അതിന് തൊട്ടിപ്പുറത്തൊക്കെ വീടുണ്ട്. ആ വീടുള്ള മേഖലയിൽ കൂടെയൊക്കെ തന്നെയാണ് സർവേ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ വീടുള്ളത്. അങ്ങനെ ഇതുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ഈ ഭാഗത്തൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഇതൊക്കെ ഒഴിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങാമെന്ന് കരുതുകയാണ് കിരൺ. എന്തായാലും ഇതാണ് ഒരു പക്ഷേ ഇന്നത്തെ വലിയ പ്രതിഷേധത്തിന് ഒരു കാരണമായത്. കഴിഞ്ഞ മാസം നടന്നത് കോട്ടയം ഇവിടെ വെള്ളൂരിനടുത്തായിരുന്നു. അവിടെയൊന്നും ഇത്ര അധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കുറച്ചുകൂടി ആളൊഴിഞ്ഞ പ്രദേശവും മറ്റുമായിരുന്നു. അപ്പോൾ ചിലയിടങ്ങളിൽ ഇത്തരം ആളുകൾ ഉള്ള മേഖല കൂടിയുണ്ട്, ജനവാസ മേഖല കൂടിയുണ്ട്. ഇത് ചുറ്റും വീടുകളൊക്കെയുള്ള ഒരു റബ്ബർ തോട്ടമാണ്. ഇവിടെയാണ് ഇപ്പോൾ കല്ലിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് ഏത് ഭാഗത്തേക്ക് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് അവർ സർവേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഇവിടെ വീടുകൾ നഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഈ മേഖലയിലുള്ളവരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് വൈകാരികമായൊരു പ്രതികരണത്തിലേക്കും മറ്റും ജനങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും ഒക്കെയായി എത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. അവരെല്ലാവരും പോലീസ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുമായി വരരുത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കിടപ്പാടം പോവുകയാണ്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന മറു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. ഈ പദ്ധതി എങ്ങനെ വരും, ഇത് കഴിഞ്ഞാൽ എവിടേക്ക് പോകേണ്ടി വരും, ഒഴിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താണ് സ്ഥിതിവിശേഷം, നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിലെ അവ്യക്തതകൾ എന്തായാലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടുകൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ. ഇതുവരെയും ഈ കേരളത്തിനെതിരെ പല സ്ഥലത്തും സിൽവർ ലൈനിന്റെ അതിരടയാള കല്ലുമായി എത്തിയവർക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ പോലീസ് സംയമനം പാലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തൽക്കാലം പ്രതിഷേധക്കാരുമായി ഒരു സംഘർഷത്തിലേക്ക് നീങ്ങണ്ട, ബലം പ്രയോഗിച്ച് അവരെ നീക്കണ്ട എന്ന മറ്റൊരു രീതിയായിരുന്നു ഇതുവരെ സ്വീകരിച്ചിരുന്നത്. അതിന് വ്യത്യസ്തമായി ഇവിടെ അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അവിടെ സർവേയുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെയാണ്. ഇത് വ്യക്തമായ ഒരു തീരുമാനം പോലീസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും കിരൺ, അങ്ങനെ തന്നെയാണ്. അതിൽ പോലീസിന് മാത്രമായി ഇതിലൊരു നടപടിയില്ല, അതെല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. പോലീസ് ഇവിടുത്തെ ഒരു നടപടികൾക്ക് സഹായവുമായി എത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും പോലീസിന്റെ കയ്യിലല്ല. അതൊക്കെ സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ കൃത്യമായ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് സർക്കാർ. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്ക് തന്നെ നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇത്തരമൊരു ആക്ഷനിലേക്ക് മറ്റും കടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും രാവിലെ വലിയ സംഘർഷം ഉണ്ടായി. പക്ഷെ ആ സംഘർഷം ഉണ്ടായപ്പോൾ പോലീസ് ഒരു വലിയ ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും പോലീസ് ഇവിടെ തന്നെ തമ്പടിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ആദ്യം മടങ്ങിപ്പോയ കേരളിന്റെ വാഹനം തിരികെ എത്തിയാണ് ഇപ്പോൾ ഈ കല്ലിടൽ, അതായത് ഇവരെ അടിച്ച് ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തി വാഹനത്തിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷമാണ് ഇപ്പോൾ ഇത്തരം നടപടികൾ നടക്കുന്നത്. നാട്ടുകാർ പലരും ഒരുപക്ഷെ ചിന്നിച്ചിതറിപ്പോകുന്ന സ്ഥിതിയുണ്ട്. ഒരു സമരത്തെ എങ്ങനെ നേരിടണം എന്നൊക്കെ സ്വാഭാവികമായും സർക്കാരിനറിയാം, അല്ലെങ്കിൽ പോലീസിനറിയാം. അതിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്താൽ പിന്നെ ആ സമരത്തിന് വലിയ ഒരുപക്ഷെ ആയുസ് ഉണ്ടാകില്ല എന്ന് സർക്കാർ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇത് കുറെ കാലമായി വിലയിരുത്തി വരുന്നതുമായിരിക്കും സ്വാഭാവികമായും. സർക്കാർ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ സമരങ്ങൾക്കൊക്കെ വിവിധ സ്ഥലങ്ങളിൽ UDF നേതാക്കളൊക്കെയാണ് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി മേഖലയിൽ മാത്രമല്ല, BJ ലാലിയെ പോലുള്ള നേതാക്കൾ മറ്റ് സ്ഥലങ്ങളിലടക്കം തുടരുക. KC ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാവിലെ ഈ കോട്ടയം മാടപ്പള്ളിയിൽ ഉണ്ടായ സംഭവങ്ങൾ, ഈ ഉച്ചയ്ക്കും എല്ലാം ഉണ്ടായ സംഭവങ്ങൾ താങ്കൾ കണ്ടു കാണുമല്ലോ. സർക്കാർ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. സമരം എത്ര ചെയ്താലും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി സർവേയുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ തന്നെയാണ്. എന്താവും ഇതിനെതിരെയുള്ള നിങ്ങളുടെ നിലപാട്? ഭീകരമായ മർദ്ദനമാണ് ഇന്ന് മാടപ്പള്ളിയിൽ പോലീസ് അഴിച്ചുവിട്ടത്. കേരളത്തിന്റെ പോസ്റ്റ് നാട്ടിനെതിരായിട്ട് സമരത്തിന് വന്ന വീട്ടമ്മമാര്, സ്ത്രീകള്, കുഞ്ഞുങ്ങളടക്കം അവരെ
വളരെ സമാധാനപൂർവ്വമാണ് സമരം നടത്തിക്കൊണ്ടിരുന്നത്. ശ്രീ ജോസഫ് പുതുശ്ശേരി മുൻ MLA അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സമരസഭ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. ആ സമരക്കാരോട് പോലീസ് കാണിച്ച പെരുമാറ്റം അതിക്രൂരമായി പോയി. ഒരു സമാധാനപൂർണമായ സമരത്തെ അടിച്ചമർത്താൻ നിരവധി സ്ത്രീകളെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. വലിച്ചിഴച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി സമര സമിതിയുടെ കൺവീനറായി VJ ലാലിക്ക് നെഞ്ചിൽ ചവിട്ടേറ്റ് അദ്ദേഹം ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ജോസഫ് പുതുശ്ശേരി ക്രൂരമായി മർദ്ദിച്ചു. നിരവധി സ്ത്രീകളെ മർദ്ദിച്ചു, അവരെ അപമാനിച്ചു. ഒരു സമാധാനപരമായ സമരത്തിനെതിരെ പോലീസ് കൈക്കൊള്ളുന്ന നടപടി അങ്ങേയറ്റം ക്രൂരമാണ്. ഇത് അനുവദിക്കാൻ പോകുന്നില്ല. ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നതാണോ കേരളത്തിലെ പോലീസ് നയമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ശരി, ഈ സമയത്ത് കോൺഗ്രസിന്റെ പ്രതികരണം നൽകിയതിന് ശ്രീ KC ജോസഫാണ് പ്രതികരിച്ചത്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽപരമായ പീഡനങ്ങൾ പരിഹരിക്കുന്നതിന് ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായകമായ ഉത്തരവ്. വിധിയെ WCC സ്വാഗതം ചെയ്തു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ള വിഷയമാണെന്ന വിലയിരുത്തലോടെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. ഏതു തൊഴിൽ മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ചൂഷണം നടന്നാൽ അത് തടയാനും പരിഹരിക്കാനും ആഭ്യന്തര പരാതി പരിഹാര സെൽ രാജ്യത്ത് നിലവിലുണ്ട്. ഒട്ടേറെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സിനിമാ മേഖലയിലും ഈ നിയമം ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കി. സിനിമാ മേഖലയ്ക്കൊപ്പം 10 പേരിൽ കൂടുതൽ ജോലി നോക്കുന്ന മേഖലകളിലും പരാതി പരിഹാര സെൽ ആരംഭിക്കണമെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ തൊഴിലാളി തൊഴിലുടമ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളിലും സമാന സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കോടതി തള്ളി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം 2018 WCC ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ജനുവരിയിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. ഗൂഢാലോചന കേസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി പറഞ്ഞു. വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. 2 ആഴ്ച കഴിഞ്ഞ കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി നിരസിച്ചു. കേസിൽ ഇടപെടാനാവില്ല. ക്രൈംബ്രാഞ്ചിന് കേസന്വേഷണം തുടരാമെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ അഗർവാളാണ് ദിലീപിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായത്. മുംബൈയിലെ ലാബിലും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഓഫീസിലുമായി ദിലീപ് കേസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. എന്നാൽ വ്യക്തിപരമായ സന്ദേശങ്ങളാണ് നശിപ്പിച്ചതെന്നാണ് ദിലീപിന്റെ വാദം. വധഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്യും മുമ്പാണ് ഫോണുകൾ ലാബിൽ പരിശോധിക്കാൻ നൽകിയതെന്നും ദിലീപ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ മൊബൈൽ ഫോണും ഐപാഡും പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത്. തെളിവുകൾ സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും സായി ശങ്കറിനോട് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ഇടുക്കി സേനാപതിയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കം വെടിവെപ്പിൽ കലാശിച്ചു. മാങ്കുളം സ്വദേശി കൂനമ്മാക്കൽ സിബി ജോർജ് ആണിനാണ് വെടിയേറ്റത്. സഹോദരൻ സാൻഡോയാണ് വെടിയുതിർത്തത്. സിബിയുടെ കഴുത്തിലാണ് വെടിയേറ്റത്. സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് ഒടുവിൽ ഈ വെടിവെപ്പിലേക്ക് കലാശിച്ചിരിക്കുന്നത്. സഹോദരൻ തന്നെയാണ് മറ്റൊരു സഹോദരനെ വെടിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് വെടി ഏറ്റിരിക്കുന്നത്. എന്തായാലും ഈ അടുത്തിടെയും സമാനമായ സംഭവങ്ങളുണ്ടായിരുന്നു. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ആസൂത്രിതമായിട്ടല്ലാതെ നടക്കുന്ന ഇത്തരം വലിയ ആക്രമണങ്ങൾ, അതും തോക്കുമായിട്ടാണ് സഹോദരങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ള അവസ്ഥ. പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, എങ്ങനെയാണ് ഈ വെടിയേറ്റാളുടെ അവസ്ഥ? എങ്ങനെയാണ്, എന്തായിരുന്നു ഈ പ്രകോപനത്തിന് കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ? കിരൺ, വെടിയേറ്റയാൾ ഇപ്പോൾ അപകടത്തിന് തരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ അരിമാലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടായത്.
വെടിയേറ്റ സിബിയുടെ സഹോദരൻ സാൻഡോയാണ് വെടിയുതിർത്തത്. സഹോദരന്റെ വീട്ടിലെത്തിയ, അതായത് സേനാപതിയിലെ സഹോദരന്റെ വീട്ടിലെത്തിയ സിബി ഒരു സുഹൃത്തിനെ ഇവിടെ കാണുകയായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ച് സിബി സാൻഡോയുമായി വാക്കുതർക്കം ഏർപ്പെടുത്തു. തുടർന്ന് സിബി ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിലും പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ തിരികെ എത്തി തന്റെ പണി സാധനങ്ങൾ എടുക്കുന്നതിനായി തിരികെ എത്തിയായിരുന്നു. ഈ സമയത്താണ് സാൻഡോ വെടിയുതിർത്തത്. 3 തവണ എയർഗൺ ഉപയോഗിച്ച് സാൻഡോ സഹോദരൻ സിബിക്ക് നേരെ വെടിയുതിർത്തു. ഒരു വെടിയുണ്ട സിബിയുടെ കഴുത്തിനാണ് കൊണ്ടത്. ഇത് അന്നദാനത്തിലൂടെ കടന്ന് ശ്വാസകോശത്തിലെത്തിയെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. തുടർന്ന് 5 മണിക്കൂറോളം നീളുന്ന ശസ്ത്രക്രിയയെ തുടർന്നാണ് സിബിയുടെ ശരീരത്തിൽ നിന്നും പെല്ലറ്റ് പുറത്തെടുത്തത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് സിബിയെ ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ സിബി അപകടനില തരണം ചെയ്തു. അതേസമയം ഈ സംഭവത്തിൽ വെടിയുതിർത്ത സാൻഡോ ഒളിവിലാണ്. ഇയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ 2 മാസം മുൻപ് ഇടുക്കിയിൽ സമാനമായ ഒരു സംഭവം നടന്നിരുന്നു. ബിയൽ ഡാമിൽ വഴി തർക്കത്തെ തുടർന്ന് ഒരു സുഹൃത്തിന് നേരെ ഒരാൾ വെടിയുതിർത്തിരുന്നു. എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്ത് സമാനമായ സാഹചര്യമാണ് നിലവിലും ഉണ്ടായിരിക്കുന്നത്. കിരൺ, ശരി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.